ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കം ടു നിഷൂസ് വേൾഡ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഫീസ്റ്റ സിറ്റിയിലാണ്, കുവൈറ്റില് ഷുമയിലുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇത് തുടങ്ങുമ്പോൾ ഏകദേശം 4 KD ഒക്കെ ആയിരുന്നു എൻട്രി ഫീ. ഇപ്പോൾ അത് ഹാല പ്രമാണിച്ച് 1 KD 2 KD കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായി പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കുകൾ ഒന്നാണ് ഫീസ്റ്റ സിറ്റി. ഈ സ്ഥലം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടെ ചുറ്റാൻ പറ്റിയ ഒരു മികച്ച ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വൈവിധ്യമാർന്ന റൈഡുകളും അതിലുപരി നിരവധി പരിശീലകരും ഡിനോസറുകളുടെ വ്യത്യസ്തപരമായ സ്റ്റാച്യൂസും ഉണ്ട്. ഇവിടെ ഡൈനിങ്ങിന് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് ദിവാനികൾ 5 KDക്കും ലഭ്യമാണ് ഇവിടെ. ഒരു വലിയ ക്യാമലിനെ ഗ്ലോ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഫീസ്റ്റ സിറ്റിയുടെ മെയിൻ ഹൈലൈറ്റുകൾ തന്നെയാണ്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ഒരു അടിപൊളി ഏരിയ. നമ്മുടെ കുട്ടികളും ഫോട്ടോസ് എടുക്കാൻ തിടുക്കം കാണിച്ചു. അവർക്ക് അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. ഈ അടിപൊളി പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഷെയ്ഖ് ജാബർ ബ്രിഡ്ജ് തീരുന്ന ഷുമയ എന്ന ഡെസേർട്ട് ഏരിയയിലാണ്. വിവിധ തരത്തിലും ഷേപ്പിലുമുള്ള ഡൈനോസറുകൾ ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ബാറ്ററി വെച്ച് പ്രവർത്തിക്കുന്ന ഇവ ഒരു പ്രത്യേകതരം സൗണ്ട് കുട്ടികളിൽ ചെറുതായി ഭീതിപ്പെടുത്തുകയും അതുപോലെ എക്സൈറ്റ്മെൻറ്റ് ഉളവാക്കുന്നതുമാണ്. ഡൈനോസറിൻ്റെ എഗ്സ് നല്ല രസകരമായിട്ടാണ് അവരിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഫോട്ടോസ് എടുക്കാൻ കുട്ടികൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടിവിടെ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ കുട്ടികൾക്കായി നിരവധി റൈഡുകൾ ഫ്രീ ആണ് ഇവിടെ. ചെറിയ ചെറിയ ട്രംബ്ലിംഗ്, ഡൈനോസർ റൈഡ്സ്, കമ്പ്യൂട്ടർ ഗെയിംസ് എല്ലാം ഇതിൽ ഉൾപ്പെടും. ഡെയിലി മാജിക് ഷോസ് ഉണ്ട് ഇവിടെ. 6 PM ഒരു ചെറിയ സ്റ്റേജ് കളർഫുള്ളാക്കി സെലിബ്രിറ്റീസിനെ ഒക്കെ കൊണ്ടുവന്ന് ഫയർ ഡാൻസ്, പിന്നെ കുട്ടികളെ സ്റ്റേജിൽ വിളിച്ച് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നടത്തി അവരുടെ സ്റ്റേജ് ഫിയർ കുറയ്ക്കുന്ന നിരവധി പ്രോഗ്രാംസ് ഉണ്ട്. ഒരു പരിധിവരെ കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ്. ഹാല ഫെബ്രുവരി സമയത്താണ് ഞങ്ങൾ ഇവിടെ സന്ദർശിക്കുന്നത്. അതിനാൽ ടിക്കറ്റ് പ്രൈസ് നേർപകുതിയായിരിക്കുന്നു. നോർമലി അഡൽട്ടിന് 4 KD, കുട്ടികൾക്ക് 2.5 KD ആയിരുന്നത് ഇപ്പോൾ 2 KD കുട്ടികൾക്ക് 1 KD ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഫയർ ഡാൻസിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ട്രഡീഷണൽ ചൈനീസ് പെർഫോമൻസ് തന്നെയാണ്. ഹ്യൂജൻ സ്റ്റൈലും അതുപോലെ തന്നെ ആഫ്രിക്കൻ ആക്രോബയോട്ടിക് ഡാൻസും എല്ലാം ഇതിൽ ഉൾപ്പെടും. പിന്നെ ഈ ഗ്ലോ പാർക്ക് സന്ദർശിക്കാൻ ഞങ്ങൾ കുടുംബ സമയമാണ് പോയത്. ജനുവരി 1 തുടങ്ങിയത് ഫെബ്രുവരി 20 അവസാനിച്ചു. ഈ മാമാങ്കം ശരിക്കും ഒരു ഹാങ് ഔട്ട് ചെയ്യാനുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടി. ഒരിക്കലെങ്കിലും ഇത് സന്ദർശിച്ചില്ലെങ്കിൽ ഇതൊരു വലിയ നഷ്ടം.
ചെറു കൂണുകളും ഒരു ചെറിയ ടൗണും നല്ല രീതിയിൽ തന്നെ അവർ ഗ്ലോ ചെയ്ത് വെച്ചിരിക്കുന്നു. മഴവിൽ അഴകിൽ ഉള്ള ഈ ആർച്ച് നല്ല രസകരമാണ് ഇതിലൂടെ നടക്കാൻ. ഞങ്ങളും നിരവധി ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ ഏകദേശം വൈകുന്നേരം 5 മണിയോടെ അവിടെ എത്തിയതിനാൽ ക്ലൈമറ്റിന് ചെറിയ കാറ്റുണ്ടെങ്കിലും നല്ല ക്ലിയർ വ്യൂ ആയിരുന്നു. ഇവിടെ കൂടുതലായും ലാൻറ്റേൺ സ്റ്റാച്യൂസ് ആയിരുന്നു. കുട്ടികൾക്ക് പരിചിതമായ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, എക്സാമ്പിൾ സിൻഡ്രല്ല, ഫെയറി ടെയിൽസ്, സ്നോ വൈറ്റ് ആൻഡ് 7 ഡ്രാഫ്റ്റ്സ്. ഇൻസൈഡ് ലൈറ്റ് എല്ലാം വെച്ച് ഗ്ലോ ചെയ്യുന്ന നിരവധി ലാൻറ്റേൺ സ്റ്റാച്യൂസ് നമ്മുടെ കണ്ണുകൾക്ക് ഒരു പുതു കാഴ്ച തന്നെ. ഒരു ലോങ്ങസ്റ്റ് സ്നേക്കിനെ അടിപൊളിയായി ഗ്ലോ ചെയ്തിരിക്കുന്നത് കാണാം. കുവൈറ്റികൾ കൂടുതലായി കുടിക്കുന്ന ഗവ എന്ന ഐറ്റം നിറച്ചിരിക്കുന്ന ഒരു ചായ കേറ്റിൽ നല്ല കളർഫുള്ളായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലവ് മെയ്ഡ് ആർച്ചസ് നിരവധി കളേഴ്സ് തന്നെ ഒരുക്കിയിരിക്കുന്ന കാണാം. പിന്നെ നമ്മുടെ പാരീസിലെ ഈഫൽ ടവർ എന്ത് രസമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അറിയോ. അത് കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അതുപോലെ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങൾ കണ്ടത് നല്ല സ്റ്റൈലിഷ് സ്റ്റണ്ണിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതായി ഗ്ലോ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പുൽമേടുകൾ താണ്ടുന്ന ഡിയറിനെയാണ്. ഇതേ നോക്കൂ, എന്ത് രസമാണ് ഇവയെല്ലാം കാണാൻ. ഈ ഷിപ്പ് കണ്ടോ, അതിൽ നമ്മുടെ ഈജിപ്തിലെ പിരമിഡുകളും കാണും. വാവ്, ദ സീബ്ര വന്നു. പിന്നെ നമ്മൾ കണ്ടത് പർപ്പിൾ കളറും വൈറ്റ് കളറും പിന്നെ നമ്മുടെ കണ്ണുകൾക്ക് അഴകുള്ള പിങ്ക് ചേർന്ന വ്യത്യസ്തമായ ക്യാമലിനെയാണ്. ഇത് കുട്ടികൾക്ക് വളരെ കൗതുകം തന്നെയായി കേട്ടോ. എന്ത് രസമായല്ലേ അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അൺലിമിറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡൈനോസേഴ്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കിടന്ന് ആടി തിമിർക്കാം. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു. ദേ ആർ എൻജോയിങ് എ ലോട്ട്. സോ ഗായ്സ്, അപ്പോൾ ഫിസ സിറ്റിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ജാനുവരി 1 സ്റ്റാർട്ടായതാണ്. ഇത് ഫെബ്രുവരി 28 കൊണ്ട്, അതായത് നാളെ കൊണ്ട് തീരുകയാണ്. ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നല്ല ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആകർഷകമായ വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.